ഒടുവിൽ പ്രേക്ഷകർ കാത്തിരുന്ന മുഹൂർത്തം സച്ചി തൻ്റെ ജീവനെന്ന് വെളിപ്പെടുത്തി രേവതി. എല്ലാവർക്കും MNP ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ സുധിക്ക് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്. സുധിക്ക് ചായ എടുത്ത് കൊടുക്കാൻ നമ്മുടെ രേവതിയുടെ അടുത്ത് പറയുന്ന ഒരു രംഗം തന്നെയാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ രേവതി ഒരു മടിയും കൂടാതെ പറയുന്നുണ്ട്, എനിക്ക് പറ്റില്ലമ്മേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപാടെ നമ്മുടെ ചന്ദ്രമതി വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് പറ്റില്ലെന്നല്ലേ പറഞ്ഞത്, ഇങ്ങനെ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി അപ്പം തന്നെ തുടങ്ങി, ഓഹോ അഹങ്കാരം തുടങ്ങിയല്ലേ എന്നിങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സച്ചി അവിടെ ഇടപെടുന്നതും കാണാം, കൂടുതലായിട്ടൊന്നും അവിടെ കാണിക്കുന്നില്ല. ശേഷം നമ്മുടെ രേവതി മുറിയിൽ നിന്നും പൂ കെട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം നമ്മുടെ സച്ചി കുശലം പറയാനൊക്കെ ആയിട്ട് അടുത്ത് വന്നിരിക്കുന്നതാണ്, രേവതിയുടെ അടുത്ത് വന്നിരിക്കുന്ന രംഗം തന്നെയാണ് കാണിക്കുന്നത്. ഇവർ തമ്മിലുള്ള ആ ചിരിയും കളിയും ആ ഒരു സംസാരമൊക്കെ കേൾക്കാൻ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ രേവതി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കുഞ്ഞുനാൾ മുതലേ പൂ കെട്ടുന്നതല്ല, അപ്പോൾ ഏത് രാത്രിയിലും എനിക്കിത് കെട്ടാൻ സാധിക്കുമെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, ഓഹോ അങ്ങനെയാണെങ്കിൽ ശരി, എന്നാൽ പിന്നെ നമ്മൾ രാത്രി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നീ ഒന്ന് പൂ കെട്ടി കാണിച്ചു തരുമെന്ന് ഇങ്ങനെ രേവതിയുടെ അടുത്ത് ഇങ്ങനെ തമാശയ്ക്ക് പറയുന്നുണ്ട്. നല്ല രസകരമായ രംഗങ്ങൾ തന്നെയാണത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി ഒരു ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നതാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഭാമയും ചന്ദ്രമതിയും നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ ഭാമ ചന്ദ്രമതിയോട് ഇങ്ങനെ ചോദിക്കുന്നതും കേൾക്കാം, നീ എന്തി സച്ചിക്ക് മാത്രം വഴിപാടൊന്നും ചെയ്യാതെ ബാക്കി 3 പേർക്ക് നീ വഴിപാടൊക്കെ ചെയ്തല്ലോ, ഇത് ഭയങ്കര മോശമല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം കേട്ട് നമ്മുടെ രേവതിക്ക് ഇങ്ങനെ വല്ലാതെ സങ്കടം വരികയും രേവതി ഇങ്ങനെ ആ ഒരു നെഞ്ചിപ്പിടയും വേദനയോടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗത്തോടു കൂടിയാണ് നമ്മുടെ പ്രൊമോ എന്ന് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ സച്ചിയും രേവതിയും തമ്മിലുള്ള ആ പ്രണയം പൂവിടുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കും ഇനി നമ്മുടെ എപ്പിസോഡിലുടനീളം വരുന്നത്. പിന്നെ നമ്മുടെ ചന്ദ്രമതിയും സുധിയും കൂടി നമ്മുടെ രേവതിയെ മാക്സിമം ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ തന്നെ നമുക്കിനി കാണുവാനും സാധിക്കും. പക്ഷേ കട്ടയ്ക്ക് നമ്മുടെ സച്ചി കൂടെ നിൽക്കുന്ന ആ രംഗങ്ങളും തന്നെ നമുക്ക് എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം അല്ലേ. അപ്പോൾ ഇതുപോലത്തെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.